அந்த ஷாப்புல இவ்வளவு நேரத்துக்குள்ள எவ்வளவு கலெக்ஷன் வந்திருக்கும்? இப்போ மணி 2 ஆச்சு. கிட்டத்தட்ட 2 லட்ச ரூபா கலெக்ஷன் ஆயிருக்கும். വണക്കം. வணக்கம். ഞാൻ പാലക്കാട് SB സ്റ്റോഴ്സിൽ നിന്ന് ഒരു 10 ചാക്ക് അരി ഓർഡർ ചെയ്തിരുന്നു. SB സ്റ്റോഴ്സ്? ആമാ. അല്ല ഡിസ്കൗണ്ട് എന്റെ ബാഗ് കെട്ടി പറിക്കണേ, ആരെങ്കിലും ഓടി വരണേ. തമ്മിത്തല്ലി ചാണകം അങ്ങോട്ടങ്ങനെ മാറിക്കണം തല്ലടാ. ബാക്കിയുള്ളൊരു വണ്ടി എടുത്ത് പണിക്ക് പോട്ടടാ. ഇവന്മാര് ഈ ബാഗ് തട്ടി പറിക്കാൻ നോക്കിയിടുന്നു. നീ അവരെ ബാഗ് അങ്ങോട്ട് കൊടുത്ത് അവർ തട്ടി പറിക്കും. അപ്പൊ ഇതിനകത്തിരിക്കണം എന്റെ കാശാ. നീ നിന്റെ കാശ് എടുത്ത് ബാഗ് കൊടുക്കാൻ. കാശും ബാഗും എന്റെ ആണെന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കേ. അങ്ങനെയല്ല, ഫോൺ എടുത്ത് 100-ല് വിളിക്കേ. 100? വേഗം വിളിക്കേ, വേഗം വിളിക്കാൻ. ഹലോ, പോലീസ് സ്റ്റേഷൻ சார். இங்க தர்மா ஸ்டோர்ஸ் முன்னாடி பெரிய கலாட்டம் நடக்கு சார். சீக்கிரமா கொஞ்சம். என்ன போலீஸ் எல்லாம் மினிஸ்டருக்கு எஸ்கோர்ட் போயிடுச்சு. என்ன சார் இது? சார் நான் இவங்களை தூக்கி அங்க வந்தா நீங்க லாக்அப் பண்ணுவீங்களா சார்? சரி சார், ரொம்ப தேங்க்ஸ் சார். இதுதான்டா போலீஸ். மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும். வாங்கடா டேய். എങ്ങോട്ട്? എടോ, പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്ക മാട്ടാ. വാ കേറ്. அண்ணே ரொம்ப தேங்க்ஸ். ஐயோ, இதுக்கு போய் தேங்க்ஸ் எல்லாம். நீங்க நல்லா இருக்கணும். இவருதான் சரியான ஆம்பளை. ஆம்பளைன்னா இப்படித்தான் இருக்கணும். கடவுளா இவனா? அந்த மலையாளத்தான் பெரிய ஃப்ராடு. இவங்க எல்லாம் ஒரே டீம். அப்படியா? കാശെടുത്തേ.
ചിത്തപ്പ. ചിത്തപ്പ ആ, അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമൊഴി ചിത്തപ്പായെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുമ്പോൾ ചിത്തപ്പായ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പൻ എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്? എന്റെ പൊന്നു ചിത്തപ്പ. പുറമ്പോക്കെ இந்த ധർമ്മരാജൻ നനച്ചാൽ ഒന്നേ ധർമ്മരാജന. എടാ രായപ്പ, നീ എന്നാടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാമ്പറയെ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്ക് രായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്ക് നിമ്മതി. എന്നാ ഇനി ഫോൺ മാറി. நிகழ்ச்சியில் தொடர்ந்து அதிசய பெண் திரைப்படத்தில் இருந்து எஸ்.எம். சுப்பையா நாயுடு அது അവിടെ அடிக்கிறது ചായ ചായ അവനോട്. നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളായ തമിഴ്നാടാ. എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവന്റെ കട പൊളിച്ചതിന് അവർ നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്കി ഞാനൊരു കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായേറിയാവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ, നാട്ടിലൊരു പെട്ടങ്ങണാപ്പനുണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ടെങ്കിലും കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊട്ടങ്ങണാപ്പന് മക്കളില്ലല്ലോ. ഓ, നിങ്ങളുടെ മക്കളില്ലാ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമോ ചോദിച്ചു. ഞാൻ എങ്ങും പോണില്ല. അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലു പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കയറി ഞാനിരിക്കും. ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പറയാൻ ഞാൻ പോയി കിടക്കാന്നും പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറി ഏറ്റതല്ലേ. പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിന് വേണ്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി. എത്ര വന്നാലും അവൻ സ്വന്തം ചോരയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലാ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി. അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം. അതുപോലെ